ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. ഇപ്പോൾ മാമ്പഴക്കാലമാണല്ലോ. ഇതിനു മുമ്പ് മാമ്പഴപ്പുട്ടും മാമ്പഴ ഇലയപ്പവും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർക്ക് വേണ്ടി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്ന് വളരെ സ്വീറ്റ് ആയിട്ടുള്ളൊരു മാമ്പഴ ഹൽവയാണ് ഇന്ന് തയ്യാറാക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ പഴുത്ത 4 മാമ്പഴമാണ് എടുത്തിട്ടുള്ളത്. അത് തൊലിയെല്ലാം കളഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി അതൊരു മിക്സിയുടെ ജാറിലേക്കിട്ട് നന്നായി അരച്ചെടുക്കാം. അടുത്തതായി നമുക്ക് 1/2 കപ്പ് കോൺഫ്ലവർ പൗഡർ ഒരു ബൗളിലേക്ക് ഇടാം. അതിലേക്ക് 1 കപ്പ് വെള്ളവും ചേർത്ത് കട്ട കെട്ടാതെ ഒരു വിസ്ക് ഉപയോഗിച്ച് കുഴച്ചെടുക്കാം. കട്ടി കൂടുതലാണെങ്കിൽ അല്പം കൂടി വെള്ളം ചേർക്കാം. ഇനി ഒരു ചൂട് കട്ടിയുള്ള പാൻ സ്റ്റൗവിൽ വെച്ച് ചൂടായി വരുമ്പോൾ 1 ടീസ്പൂൺ നെയ്യ് ചേർക്കാം. നെയ്യ് ചൂടായി വന്ന ശേഷം അതിലേക്ക് അരച്ചു വെച്ച മാംഗോ പ്യൂരി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. 5 മിനിറ്റ് കഴിഞ്ഞ് തയ്യാറാക്കി വെച്ച കോൺഫ്ലവർ ഒഴിച്ചു കൊടുത്ത് തുടർച്ചയായി ഇളക്കാം. ഞാനിവിടെ വിസ്ക് ഉപയോഗിച്ചിട്ടാണ് ഇളക്കി യോജിപ്പിക്കുന്നത്. അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് വീണ്ടും 10 മിനിറ്റ് തുടർച്ചയായി ഇളക്കാം. അതിനുശേഷം 1 കപ്പ് പഞ്ചസാര കൂടി ചേർക്കാം. മധുരത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. പിന്നെ 1/4 കപ്പ് പഞ്ചസാരയും 2-3 ഏലക്ക കൂടി ചേർത്ത് പൊടിച്ചെടുക്കാം. അതും കൂടി ഇതിലേക്ക് നന്നായി ചേർത്ത് ഇളക്കി യോജിപ്പിക്കാം. ഞാനിവിടെ ഓരോ 10 മിനിറ്റ് കഴിയുമ്പോഴും 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഹൽവ മൊത്തം 40 മിനിറ്റ് കൊണ്ടാണ് ഞാൻ തയ്യാറാക്കിയെടുത്തത്. ഇപ്പോൾ നന്നായി കുറുകി കട്ടിയായി വന്നിട്ടുണ്ട്. ഈ സമയം ഡ്രൈ ഫ്രൂട്ട്സ് നമുക്ക് ചേർത്ത് കൊടുക്കാം. വീണ്ടും ഒരു 10 മിനിറ്റ് കൂടി ഇളക്കി യോജിപ്പിക്കുമ്പോൾ അത് പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന പരുവത്തിലേക്കാകും. അതായത് കറക്റ്റ് പാകം. നേരത്തെ നെയ്യ് തടവി വെച്ച ഒരു ട്രെയിലേക്ക് ചൂടോടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. 3-4 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ ഹലുവ നന്നായി തണുത്ത് കിട്ടും. ഇനി അത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള മാമ്പഴ ഹൽവ തയ്യാറായിട്ടുണ്ട്. ഉണ്ടാക്കിയിട്ട് പിറ്റേ ദിവസം കഴിക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു വിഭവമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്